ഇപ്പം നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് 14th January 2026 ഞാൻ എടുത്ത GBP/USD ഒരു എൻട്രി നോക്കാം. അത് ലണ്ടൻ സെക്ഷനിലായിരുന്നു എൻട്രി എടുത്തത്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആസ് യൂഷ്വൽ നമുക്കത് ഫസ്റ്റ് പോകേണ്ടത് മന്ത്ലി ബയാസിലേക്കാണ്. മന്ത്ലി ബയാസിൽ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഡൗൺവാർഡ്സ് പാടായിരുന്നു മാർക്കറ്റ്. ഇവിടെ കറൻ്റ് ഉള്ളത് ഒരു ഹൈ ഉണ്ടാക്കി, ലോ ഉണ്ടാക്കി, ഹയർ ഹൈ ഉണ്ടാക്കി, ഹയർ ലോ ഉണ്ടാക്കി, ഹയർ ഹൈ ഉണ്ടാക്കി. ഇനിയിപ്പോൾ ഒരു ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വരമാണ്. അതിനകത്ത് ഒരു ഇവിടെ വരെ വരും, ഇവിടെ വരാം. ഡിസ്കൗണ്ട് ഏരിയ എന്ന് പറയുമ്പോൾ ഇതാണ് ഡിസ്കൗണ്ട് ഏരിയ. ഡിസ്കൗണ്ട് ഏരിയ നോക്കുന്നത് നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. ഇതാണ് ഡിസ്കൗണ്ട് ഏരിയ, PDRA. ഇവിടെ ഉള്ളത് ഈ ഒരു IFEG ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് ഈ ഒരു IFEG ആണുള്ളത്. ഈ ഒരു IFEG ആണുള്ളത് ഡിസ്കൗണ്ട് ഏരിയയിൽ. പിന്നെ ഇവിടെ ഉള്ളത് ഒരു OB ആണ്. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് വന്നിട്ട് തിരിച്ച് മുകളിലേക്ക് പോവാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മുകളിലേക്ക് പോവാം. ഇത് ഇവിടെ ഒരു FEGയിൽ വന്നിട്ടാണ് പോണത്. അതും ചാൻസ് ഉണ്ട്. ഒരു ബിയറിഷ് ബയാസ് ആണ് നോക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ദെൻ CRT, വീക്ക്ലി CRT ഇതാണ്. വീക്ക്ലി CRTൻ്റെ ഇതാണ്. വീക്ക്ലി CRTൻ്റെ ലോ എടുത്തേക്കുന്നത് ഒരു FEG വെച്ചിട്ടാണ്. വീക്ക്ലി CRT ഹൈ പോയി, വീക്ക്ലി CRT ഹൈ എടുത്തു, റിവേഴ്സ് അടിച്ചിട്ടുണ്ട്. ഇനി താഴോട്ട് വരുമോ ഇല്ലെന്നുള്ളത് നോക്കാം. ഒരു ബിയറിഷ് ബയാസ് ആണ് മന്ത്ലിയിൽ കാണിക്കുന്നത്. വീക്ക്ലി CRT എന്ന് പറഞ്ഞതല്ല, മന്ത്ലി CRT കേട്ടോ. അതൊക്കെ വീക്ക്ലി CRT. ഇനി വീക്ക്ലിയിലേക്ക് പോവാം. മന്ത്ലിയിൽ ഒരു ബിയറിഷ് ബയാസ് ആണ്. വീക്ക്ലിയിൽ എന്താണെന്ന് നോക്കാം. വീക്ക്ലിയിലും ഇതിനു മുമ്പ് പറഞ്ഞ പോലെ തന്നെ സെയിം ഒരു ഇവിടെ ഒരു ലോവർ ഹൈ ഉണ്ടാക്കി, പിന്നെ ഒരു ലോവർ ലോ ഉണ്ടാക്കി, ദെൻ ഹൈ റിജക്റ്റ് ചെയ്ത് താഴോട്ടേക്ക് വരിക, ഹൈ റിജക്റ്റ് ചെയ്ത് ലോവർ ഹൈ ഉണ്ടാക്കി താഴോട്ടേക്ക് ലോവർ ലോ ഉണ്ടാക്കാൻ വരുന്ന ഒരു വരവാണ്. അതിനകത്ത് ഇതാണ് CRT, വീക്ക്ലി CRT ഹൈ. വീക്ക്ലി CRT ഹൈയിൽ ഈ റിജക്ഷൻ ബ്ലോക്കിൽ മാനിപ്പുലേറ്റ് ചെയ്തു എന്നിട്ട് താഴോട്ടേക്ക് വരികയാണ് ചെയ്തത്. ഇതാണ് വീക്ക്ലി CRTൻ്റെ ലോ. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഓക്കെ, അത് ക്ലോസ് ആവുന്നുള്ള രീതിയിലാണ്, ആ CRT തീരുന്നുള്ള രീതിയിലാണ് താഴോട്ടേക്ക് വരുന്ന ഒരു ബിയറിഷ് ബയാസ് ആണ്. ഡെയിലിയിലേക്ക് പോകാം. ഡെയിലിയിലേക്ക് പോകുമ്പോൾ ഡെയിലി CRT ഇതല്ല, ഇത് ക്ലോസ് ചെയ്തത്. ഇതാണ് ഡെയിലി, പുതിയ ഡെയിലി CRT ഇതാണ്. പ്രീവിയസ് ഡെയിലി CRT ആയിരുന്നു. ഇത് 12th January എന്നുള്ളതാണ് പുതിയ ഡെയിലി CRT. ആ ഡെയിലി CRT മാനിപ്പുലേറ്റ് ചെയ്തേക്കുന്നത് എൻ്റെ ചെയ്തേക്കുന്ന കീ ലെവലിൽ തന്നെയായിരുന്നു. ഈ IFEGയിലായിരുന്നു. FEG ഫിനിഷ് ചെയ്തുകൊണ്ട് ഈ OB പുതിയ കീ ലെവലും ഈ ഒരു FEG കൺസിഡർ ചെയ്താലും ഇത് OBയിലേക്ക് എത്തി. ഇവിടെ OBയിലെത്തിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് തിരിച്ചു വന്നു എന്നുള്ള രീതിയിൽ വെക്കാം. IFEGന്ന് മാനിപ്പുലേറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ വന്നിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഒരു ഡെയിലി ബയാസ് ഒരു ബിയറിഷ് ബയാസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡെയിലിയിൽ ഒരു ബിയറിഷ് ബയാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നോക്കണ്ട. ഇത് കാരണം 14th ആണ്. നമ്മൾ 14th ലണ്ടൻ സെക്ഷനിലാണ് ഇതിന് റീപ്ലൈ ആയതുകൊണ്ടാണ് ഫുൾ ക്യാൻഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഒരു ബിയറിഷ് ബയാസ് ആണ് ഡെയിലിയിൽ കാണിക്കുന്നത്. 4 ഹവറിലേക്ക് പോകുമ്പോൾ 4 ഹവറിൽ പോകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഓക്കെ ബിയറിഷ് ബയാസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഡെയിലിയിലും വീക്ക്ലിയിലും ഒരു ബിയറിഷ് ബയാസ് ആണ്. അപ്പോൾ 4 ഹവറിൽ ഒരു ബിയറിഷ് ബയാസ് ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. നമുക്ക് അതിനനുസരിച്ചുള്ളൊരു CRT കിട്ടി. 9 PM CRT, അതായത് 9 PM CRT ആണ് നമ്മുടെ ലണ്ടൻ സെക്ഷൻ്റെ CRT. അതെടുത്തു. CRT ഹൈ, CRT ലോ, CRT. നമ്മളിനി നേരെ 1 ഹവറിലേക്കാണ് സ്വിച്ച് ചെയ്യുന്നത്. 1 ഹവറിലേക്ക് സ്വിച്ച് ചെയ്ത് 1 o'clockൻ്റെയും 2 o'clockൻ്റെയും എങ്ങനെയാണെന്ന് നോക്കണം. 1 o'clockൻ്റെയും 2 o'clockൻ്റെയും ഓക്കെ. ഇത് 1 o'clockൻ്റെ ക്യാൻഡിൽ, ഇത് 2 o'clockൻ്റെ ക്യാൻഡിൽ. ഓക്കെ, 1 o'clockൻ്റെ ക്യാൻഡിൽ മുകളിലേക്ക് പോയിട്ട് താഴെ തന്നെ ക്ലോസ് ചെയ്തു. 2 o'clockൻ്റെ ക്യാൻഡിലും 1 o'clockൻ്റെ മുകളിൽ പോയി താഴെ 1 o'clockൻ്റെ ഉള്ളിൽ തന്നെയാണ് എൻഡ് ചെയ്തത്. നമുക്ക് അതിനകത്ത് വല്ല കീ ലെവലിൽ എത്തിയോ എന്നുള്ള കാര്യം നോക്കാം. ഇതാണല്ലോ കീ ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ ഇവിടെ നിന്നൊരു കീ ലെവലിൽ തന്നെ 4 ഹവറിൻ്റെ ഒരു കീ ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് FEG അതനുസരിച്ച് നമുക്ക് 1 ഹവറിൽ നോക്കുമ്പോൾ കറക്റ്റ് കീ ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ CST 50 മിനിറ്റ്സിലേക്ക് പോയിട്ട് നമുക്ക് CST കിട്ടുക നോക്കാം. 50 മിനിറ്റ്സിലേക്ക് പോവാം. അവിടെ നിന്നൊരു എക്സ്പാൻഷനാണ്. CST ഇല്ല, കീ ലെവലിൽ തന്നെ ആയതുകൊണ്ട്
ഒരു FEG, ഇവിടെ ഒരു IFEG നമുക്ക് കിട്ടിയിട്ടുണ്ട്. IFEG എന്നുള്ള എൻട്രിയാണ് നമ്മൾ നോക്കുന്നത്. IFEG മൈനസ് എന്നുള്ള ഒരു എൻട്രിയാണ് നമ്മൾ നോക്കുന്നത്. കീ ലെവലിലേക്ക് വന്നു, കീ ലെവലിൽ മാനിപ്പുലേറ്റ് ചെയ്ത് എൻഡ് ചെയ്തത് ഏഷ്യൻ സെക്ഷൻ എൻഡ് ചെയ്ത് കീ ലെവലിലായതുകൊണ്ട് കീ ലെവലിൽ നിന്നുള്ള റിവേഴ്സ് എൻട്രി എന്നുള്ള രീതിയിലാണ്. ഇതിനകത്ത് മാർക്കറ്റ് പ്രൊഫൈലുണ്ട്, ഡെയിലി പ്രൊഫൈലുണ്ട്, പിന്നെ എന്താ മാർക്കറ്റ് പ്രൊഫൈല്, ഡെയിലി പ്രൊഫൈലും ഉണ്ട്, 50 മിനിറ്റ്സ് വരുന്ന അത് ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ്. ഇത് അതിൻ്റെയാണ്. ഞാൻ വരുന്ന വീഡിയോസിൽ ഇനി അതിനെക്കുറിച്ച് പറയാം. ലൈവ് എടുക്കുമ്പോൾ, ലൈവ് സെക്ഷൻ എടുക്കുമ്പോൾ ഓരോ ദിവസത്തിൻ്റെയും ഞാൻ ഇനി വരുന്നുണ്ട്. അന്നേരം ഇതിനെക്കുറിച്ച് പറയാം. ഓൾറെഡി കവേർഡ് ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇതിപ്പോൾ ഞാൻ എടുത്ത എൻട്രി ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം മാത്രമേ ഞാനൊന്ന് ജേർണലൈസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇതിപ്പോൾ കീ ലെവലിൽ ഇവിടെ വെച്ച് നമ്മളൊരു എൻട്രി ഇടുകയാണ്. കാരണം ഇത് 245 ആണ്. 245 ഷോർട്ട് എൻട്രി ആണ് നമുക്ക്. കാരണം എല്ലാം നമുക്ക് ഷോർട്ട് ബിയറിഷ് വയേഴ്സ് ആയിട്ട് തന്നെ ലിങ്ക് ചെയ്ത് കിട്ടിയത് കൊണ്ട് നമ്മളൊരു ഷോർട്ട് എൻട്രിയാണ് ഇവിടുന്ന് പ്ലാൻ ചെയ്യുന്നത്. ഇവിടുന്ന് ഒരു ഷോർട്ട് എൻട്രി, ഇതിൻ്റെ മുകളിലായിട്ട് ഒരു 10 പിപ്പ് മുകളിലായിട്ട് 95 ആകുമ്പോൾ 105 1:2 എന്ന് പറയുമ്പോൾ 1:2 ഇവിടെ. ഏതാണ്ട് ഇവിടെ നിന്നൊരു എൻട്രി എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. നമുക്കൊരു എൻട്രി കിട്ടുമോ, എന്തായിരിക്കും എൻട്രി കിട്ടുവാണെങ്കിൽ അവസ്ഥ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എൻട്രി കിട്ടി, SL അടിച്ചു. നമുക്കത് എൻട്രി കിട്ടി, ബട്ട് അത് SL അടിച്ചു. എല്ലാം കറക്റ്റായി വന്നു, പക്ഷെ നമുക്ക് SL അടിക്കാം. ഇത് SL അടിക്കാം എന്നുള്ള, നമുക്ക് എൻട്രി എപ്പോഴും TP അടിക്കണം എന്നില്ല. എല്ലാം കറക്റ്റ് ആണെങ്കിലും SL ഒരു പാർട്ട് ഓഫ് ഗെയിം ആണെന്നുള്ളതിന് കാണിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ SL അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പേരിൽ ഒരു റിവഞ്ചായിട്ട് ഇനി ഇത് കറക്റ്റാക്കി പോകണം എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനകത്ത് നോക്കിയപ്പോൾ വലിയ മിസ്റ്റേക്സ് ഒന്നും കണ്ടില്ല. പിന്നെ എന്താ, CSD ഇല്ല, നമ്മളതിന് സിറ്റുവേഷൻ ബയാസ് വെച്ചിട്ട് ഇവിടുന്ന് ഒരു IFEG എടുത്തു. CSD ഉണ്ടെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു എൻട്രി എന്നുള്ള രീതിയിൽ നോക്കാമായിരുന്നു. CSD കിട്ടിയില്ല, അതുകൊണ്ട് നമ്മളിങ്ങനെ പോകുന്നു എന്നുള്ള രീതി മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. വേറെ വ്യത്യാസമുണ്ട്. CSD എൻട്രി അല്ല, അല്ലെങ്കിൽ CSD FEG OTE എൻട്രി അല്ല, അല്ലെങ്കിൽ കിസ് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞ എൻട്രി അല്ല. എൻട്രീനെ കുറിച്ചൊക്കെ ലേറ്ററായിട്ട് പറഞ്ഞുതരാം. നമ്മളിവിടെ IFEG എൻട്രിയാണ് നോക്കിയത്. അത് കീ ലെവൽ എൻഡ് ചെയ്ത്, ഏഷ്യൻ ലെവൽ കീ ലെവൽ, ഏഷ്യൻ സെക്ഷൻ കീ ലെവലിൽ എൻഡ് ചെയ്തുകൊണ്ട് ലണ്ടൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു മാനിപ്പുലേഷൻ ഇല്ലാത്തൊരു എൻട്രി എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുന്നതാണ്. ഇതൊരു പെർഫെക്റ്റ്, എനിക്ക് തോന്നുന്ന ഒരു സെറ്റപ്പ് അനുസരിച്ചുള്ളൊരു എൻട്രിയാണ്. എൻ്റെ സെറ്റപ്പ് അനുസരിച്ചുള്ളൊരു എൻട്രിയാണ്. പക്ഷെ അത് SL അടിച്ചു, പാർട്ട് ഓഫ് ഗെയിം എന്നുള്ള രീതിയിൽ SL അടിച്ചു, അത്രയേ ഉള്ളൂ. SL പാർട്ട് ഓഫ് എ ഗെയിം, അത്രയും. ആ ബേസിസിൽ എല്ലാം കറക്റ്റാണ്. ഷുഡ് എൻട്രി അടിച്ചു, SL അടിച്ചു എന്നുള്ള രീതിയാണ്. ഇത് നോക്കാം, ഇനി ഇത് താഴോട്ട് വരുമോ ഇല്ല എന്നുള്ള കാര്യം, എന്താന്നുള്ള കാര്യം ഒന്ന് കുറച്ച് റൺ ചെയ്ത് നോക്കാം. ഇല്ലാതെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇനി എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ നോക്കാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂസസ് ഉണ്ടോ, ആ സമയത്ത് വല്ല ന്യൂസസ് ഉണ്ടോ, മുകളിലേക്ക് പോകാൻ കാരണം ന്യൂസസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. ഒക്കെ നോക്കി കുറച്ചും കൂടി പെർഫെക്റ്റ് ആക്കാനുണ്ട്. വരും വീഡിയോസിൽ സെക്ഷൻ എടുക്കുന്ന, ഇനി ലൈവായിട്ട് എടുക്കുന്ന ദിവസങ്ങൾ അതാത് ദിവസം എടുക്കുന്നതിൻ്റെ അതാത് ദിവസം അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്കൊന്നും കൂടി ക്ലിയർ ആയിരിക്കും. ഇതിപ്പോൾ പാസ്റ്റിൽ എടുത്ത് കഴിഞ്ഞിട്ടുള്ള ട്രേഡ്സിൻ്റെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോസ് നോക്കാം.